ചെയ്യുന്നു. വീണ്ടും ഈ നിലയിൽ ഒരവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നെ ഈ ശുശ്രൂഷ പരമേൽപ്പിച്ച നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാഴ്ചത്തെ സമയം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരു ഭാഗം സംസാരിക്കാം എന്നാണ് കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്നത്. ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. പഠിപ്പിക്കുന്നവരുടെ ചിന്തകൾ പറയുന്നവരോടും കേൾക്കുന്നവരും ഒക്കെ അനുഗ്രഹീതരായി തീരണം. അതാണ് ഇതിൻ്റെ ലക്ഷ്യമായിരിക്കേണ്ടത്. നമുക്ക് അതിൽ പ്രാർത്ഥനാപൂർവം നമുക്ക് ഓരോ സമയങ്ങളിലും ദൈവവചന പഠനത്തിനായിട്ട് നമ്മുടെ സമയത്തെ വേർതിരിക്കാം. ഇന്ന് ഞാൻ പഴയ നിയമ ഭാഗത്തു നിന്നാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ ഒരധ്യായം മാത്രമുള്ള ചില പുസ്തകങ്ങളുണ്ട്. എത്ര ഉണ്ടെന്ന് അറിയാമോ? അധ്യായമുണ്ട്. പിന്നെ 2 യോഹന്നാൻ, 3 യോഹന്നാൻ, മറ്റു ഒരെണ്ണോടിയുണ്ട്. 5 5 പറഞ്ഞേ ഇല്ല, ഒരെണ്ണോടിയുണ്ട്. ഫിലമോൻ 5 പുസ്തകങ്ങളാണ് വേദപുസ്തകത്തിൽ ആ നിലയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ ഒരധ്യായം മാത്രമുള്ളത് ഓബദ്യാവാണ്. ഓബദ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ അധികമൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ആ ഭാഗം ഒന്ന് ചിന്തിക്കാം എന്ന് വിചാരിച്ചു. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കാലഘട്ടത്തിലേക്ക് ഏറെ പ്രാധാന്യമുള്ള സന്ദേശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഓബദ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ ആദ്യമായിട്ട് പ്രഥമമായിട്ട് എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഈ ഭാഗം നാം ഈ ദിവസങ്ങളിൽ പഠിക്കുമ്പോൾ നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് മുതൽക്കൂട്ടായി തീരേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ പുസ്തകത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഓബദ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമോ? സാധാരണ നമ്മൾ പേരുകളുടെ പുസ്തകങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് പേരുകളുടെ അവിടെ നമ്മൾ അർത്ഥമൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കും. അങ്ങനെ ആരും പരിചയമൊന്നുമില്ല അല്ലേ? ഓക്കെ. ഓബദ്യാവ് എന്ന പേരിൻ്റെ അർത്ഥം യഹോവയുടെ ആരാധകൻ, യഹോവയുടെ ദാസൻ എന്നാണ് അതിനർത്ഥം. ഞാൻ ആ അർത്ഥം പറയാനായിട്ട് കാരണമായിട്ട് എൻ്റെ പ്രായോഗിക പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊക്കെ നല്ല പേരുകൾ ലഭ്യമായി തന്നിട്ടുണ്ട്. എനിക്കുള്ള കുരിയച്ചെന്നും ചെറിയാനുള്ളതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ആത്മീകമായിട്ട് നല്ല പേരുകൾ ലഭ്യമായി തീർന്നിട്ടുണ്ട്. ദൈവമകൻ, ദൈവമകൾ, അതുപോലെ ഇതരങ്ങളായിട്ടുള്ള പേരുകൾ നമുക്ക് ആത്മീക ഭാഷയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ആത്മീക അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതം ആ പേരിനൊക്കെ അന്വർത്ഥമായിട്ടുള്ള ജീവിതം ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ക്രിസ്തു വിശ്വാസികളാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ആരെ വിശ്വസിക്കുന്നുവോ ആ വ്യക്തിയുടേതായിട്ടുള്ള തത്വങ്ങൾ, ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അംഗീകാരയോഗ്യമായ നിലയിൽ നമ്മുടെ ജീവിതം നയിക്കുമ്പോഴാണ് ആ ആള് അദ്ദേഹത്തിന് വിശ്വാസിയാണ് എന്ന് പറയുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഓബദ്യാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓബദ്യാവ് യഹോവയുടെ ദാസൻ അല്ലെങ്കിൽ ആരാധകൻ എന്നുള്ളതാണ്. ഈ പുസ്തകം പരിശോധിക്കുമ്പോഴും അതാണ് നമുക്ക് ആ പേരിന് അന്വർത്ഥമായിട്ടുള്ള കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രാരംഭമായിട്ട് ഞാനിന്ന് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയാം എന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും ഈ
അത് ഈ പുസ്തകത്തിൽ 21 വാക്യങ്ങളുണ്ട്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന 3 ആഴ്ചകളുണ്ട്. 7 വാക്യം വീതം ഓരോ ക്ലാസ്സിലും വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വേറിട്ട് അതിൽ നിന്നൊന്നും ഇന്ന് പറയുന്നില്ല എങ്കിലും നമുക്ക് പ്രാരംഭമായിട്ട് ആദ്യത്തെ 7 വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഹൃദയത്തിന്റെ അഹങ്കാരത്തിന്റെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ മുഴുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. കള്ളന്മാർ നിന്റെ അടുക്കൽ വന്നാലോ രാത്രി പിടിച്ചുപറിക്കാൻ വന്നാലോ നീ എങ്ങനെ നശിച്ചുപോയിരിക്കുന്നു? അവർ തങ്ങൾക്ക് മതിയാകുവോളം മോഷ്ടിക്കുകയില്ലയോ? മുന്തിരിപ്പഴം നയിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ അവർ ഏതാനും കാലാപ്പഴം ശേഷിപ്പിക്കുകയില്ലയോ? ഏശാവിനുള്ളവരെ കണ്ടുപിടിച്ചിരിക്കുന്നതും അവന്റെ നിക്ഷേപങ്ങളെ തെരഞ്ഞ് കണ്ടിരിക്കുന്നത് എങ്ങനെ? നിന്നോട് സഖ്യതയുള്ളവരൊക്കെയും നിന്നെ അതിനോളം അയച്ചു കളഞ്ഞു. നിന്നോട് ശ്രദ്ധയുള്ളവർ നിന്നെ ചതിച്ച് തോൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ആഹാരം ഭക്ഷിക്കുന്നവർ നിനക്ക് കെണി വയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം പറഞ്ഞു വന്നത് ഓബദ്യാവ് എന്ന പേരിൻ്റെ അർത്ഥത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഓബദ്യാവിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ഓബദ്യാവിൻ്റെ ആ അർത്ഥത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് തൻ്റെ ജീവിതമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിന് തെളിവായിട്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 1-ാം വാക്യമാണ്. അവിടെ നാം വായിക്കുന്നത് ഓബദ്യാവിൻ്റെ ദർശനം എന്ന് പറഞ്ഞിട്ട് യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ച് പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയിൽ നിന്ന് തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയതായിട്ടുള്ള കാര്യങ്ങളെ അറിയിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹീത ഒരു ദാസനായിട്ടാണ് താൻ ആ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തിരുവഴുത്ത് നാം പരിശോധിക്കുമ്പോൾ ഓബദ്യാവ് എന്ന പേരിൽ 12ഓളം പേര് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പറയപ്പെടും ഇവിടെ ഈ ഓബദ്യാവിൻ്റെ പുസ്തകം എഴുതിയതായിട്ടുള്ള ഈ പ്രവാചകനായിരിക്കുന്ന ഓബദ്യാവ് ആ 12 പേരുകളിൽ ആണെങ്കിലും ഈ ഓബദ്യാവിനെ കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ജന്മനാട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റ് ഉള്ളവരെ കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ അവർ ദാവീദിൻ്റെ വംശത്തിലുള്ളവർ, ഇസ്സഹാർ ഗോത്രത്തിലുള്ളവർ, യഹോശാഫാത്തിന്റെ കാലത്തെ ഒരു പ്രഭു എന്നൊക്കെ നിലയിൽ നമുക്ക് ഓബദ്യാവന്മാരെ കാണുവാൻ സാധിക്കുന്നുവെങ്കിലും ഈ ഓബദ്യാവിനെ കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള യാതൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ അതിൽ നിന്നുകൊണ്ട് ഒരു ആത്മീക സത്യം പറയണം എന്നുള്ള താല്പര്യത്തിലാണ് പറഞ്ഞത്. ഇവിടെ ഈ ഓബദ്യാവിൻ്റെ പുസ്തകം ഒന്ന് വിലയിരുത്തി വായിച്ചാൽ നമുക്കറിയാം, ഇവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം വളരെ ശക്തിയേറിയതും ഘനഗംഭീരമായിട്ടുള്ളതുമാണ്. എന്നാൽ ഓബദ്യാവ് പറയുമ്പോൾ ഓബദ്യാവിനെ കുറിച്ചോ ഒന്നും ഓബദ്യാവ് പറയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓബദ്യാവിനെ കുറിച്ച് മറ്റെങ്ങും ഒന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഓബദ്യാവ് എന്ന വ്യക്തിത്വം തൻ്റെ ആഗ്രഹം ഏത് നിലയിൽ ആയിരുന്നുവോ ആ നിലയിൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നിലനിൽക്കുവാൻ തന്നെ സഹായിച്ച ദൈവികമായിട്ടുള്ള ഒരു ശക്തിയുടെ ഒരു ഘടകം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് എനിക്ക് തോന്നിയാൽ അത് 4 പേര് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ഓബദ്യാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏദോമിനെതിരായിട്ടുള്ള ദൈവത്തിൻ്റെ ദൈവിക അരുളപ്പാടുകളാണ് ഇവിടെ താൻ പറയുന്നത്. ആ പറയുമ്പോൾ
ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും അധികമായിട്ട് വരാതെ വണ്ണം തൻ്റെ വാക്കുകൾ വളരെ ഘനഗംഭീരമായിട്ട് ആ കാര്യം മാത്രം പ്രസ്താവിക്കേണ്ടത് പോലെ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് ദൈവജനങ്ങൾക്ക് വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ ശരിയായ സത്യം ജനങ്ങളുടെ മുമ്പാകെ പ്രസ്താവിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിയായ സത്യം അല്ലെങ്കിൽ തുറന്ന് ഒന്ന് പറയുവാനായിട്ട് സാധിക്കാത്ത ഒരു ദുഃഖകരമായിട്ടുള്ള പ്രവണത നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാത്മാവ് എന്നെ ക്ഷേമിക്കുന്നുണ്ട്, പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആൾക്ക് എന്ത് തോന്നും? അദ്ദേഹം വിചാരിക്കും അദ്ദേഹത്തോടാ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പറയേണ്ടത് വളരെ ആവശ്യമാണ്. ആ നിലയിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചതിൻ്റെ താല്പര്യം, ഓബദ്യാവ് യഹോവയുടെ ഒരു ദാസനാണെങ്കിൽ, യഹോവയുടെ ഒരു ആരാധകനാണെങ്കിൽ, ആ വ്യക്തി ചെയ്യുന്നതായിട്ടുള്ള കാര്യം തനിക്ക് ലഭിച്ചതായിട്ടുള്ള അരുളപ്പാടുകൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിലും കൃത്യതയിലും അറിയിക്കുന്ന പ്രത്യേകമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഓബദ്യാവുമാരെ കുറിച്ച് 12 പേരോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരെ കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും അവരുടെ ആ ചരിത്രം, അവരെക്കുറിച്ചുള്ള ചരിത്രം, അവർ ഉൾപ്പെട്ടിരുന്ന വംശം, അവർ ഉൾപ്പെട്ടതായിട്ടുള്ള ഗോത്രം, ആ കാര്യങ്ങൾ, അവരുടെ ചുമതലകളൊക്കെ നോക്കുമ്പോൾ വളരെ ഗൗരവപൂർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഓബദ്യാവിന് കൂടുതൽ നമുക്ക് പരിചയമുണ്ട്. അറിയാമോ ആരാണെന്ന്? ഏലിയാവിന്റെ കാലത്ത് 100 പ്രവാചകന്മാരെ ഒളിപ്പിച്ച് സംരക്ഷിച്ചതായിട്ട് ഒരു ഓബദ്യാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം. അങ്ങനെ വളരെ ഗൗരവപൂർണമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട ഓബദ്യാവുമാരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ രചനാകാലത്തെ കുറിച്ച് പൊതുവിൽ നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവിൽ അധികം പറയുന്നത് BC 845 കാലയളവിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമെങ്കിലും, എന്നാൽ ചില സംഭവങ്ങളെ നാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ അത് BC 586 കാലഘട്ടങ്ങളിൽ, ആ കാലഘട്ടങ്ങളിലാണ് എഴുതിയത് രചിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനായിട്ടുള്ള ചില കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെക്കുറിച്ച് BC 586 എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം ഒന്ന്, യെരുശലേമിൻ്റെ നാശത്തിൻ്റെ കാലമാണ്. യെരുശലേമിൻ്റെ നാശത്തിൻ്റെ കാലം അത് ഈ പ്രവചനത്തിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിനോട് എതിരിടുകയും അവരെ അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് കാലഘട്ടം. ആ നിലയിൽ നോക്കുമ്പോൾ ഇവിടെ പറയുന്നതായിട്ടുള്ള കാലഘട്ടം അത് BC 586 ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ ശക്തമായിട്ട് പറയുന്നത്. എന്നാൽ പൊതുവെ അംഗീകരിക്കുന്നത് BC 845 കാലഘട്ടം എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ യെരുശലേം നഗരത്തെ തകർത്തു, യെരുശലേം ദൈവാലയത്തെ നശിപ്പിച്ചു, ജനങ്ങളെ ബാബിലോണിലേക്കൊക്കെ കൊണ്ടുപോയതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബാബിലോണിയൻ കോൺക്വസ്റ്റ് ഓഫ് ജെറുസലേം എന്ന ചരിത്ര സംഭവമായിട്ട് ഈ പുസ്തകത്തിന് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ BC 586 കാലഘട്ടത്തിലാകാം ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്ന് ന്യായമായിട്ടും ചിന്തിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, ഇതിനകത്ത് ഏദോമിൻ്റെ ക്രൂരതയും വഞ്ചനയും ഒക്കെ പറയുന്നുണ്ട്. ഏദോം നമുക്കറിയാം, ഏദോം ആരാണ്? ഏശാവിൻ്റെ വംശപരമ്പരയാണ്. അവര് ഇസ്രായേലിന് എതിരായിട്ട് അവര് പ്രവർത്തിക്കുകയാണ്. ഏദോമിൻ്റെ ഒരു വഞ്ചന, അതായത് സഹോദര വഞ്ചന,
ക്രൂരത, അവൻ്റെ ആ ക്രൂരമായിട്ടുള്ള ആ കാര്യങ്ങൾ ഈ സംഭവ കാലഘട്ടത്തിൽ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ എന്താണ് വായിക്കുന്നത്? നിന്റെ സഹോദരൻ്റെ ദിവസം അവൻ്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ട് രസിക്കേണ്ടതല്ല. നീ യഹൂദരെക്കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ട ദിവസത്തിൽ നീ വമ്പ് പറയേണ്ടതല്ല എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ വാസ്തവമായിട്ടും ബാബിലോണിയൻകാർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കാരണം BC 586 അത് നടന്നത് എന്നുള്ളത് ഈ നാളുകളിൽ വേദപണ്ഡിതന്മാർ ശക്തമായിട്ട് അത് പറയുകയാണ്. അതുപോലെ രക്ഷപ്പെടുന്നവരെ പിടിച്ചുകൊടുത്തതായിട്ടുള്ള ഏദോമിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ്റെ പാലായുധന്മാരെ ഛേദിച്ച് കളവാൻ നീ വഴിത്തലയ്ക്ക് നിൽക്കേണ്ടതല്ല. കഷ്ട ദിവസത്തിൽ അവന് ശേഷിച്ചവരെ നീ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുമല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ സഹോദരന്മാരായിരിക്കുന്ന ആളുകളെ പിടിച്ച് ശത്രുക്കളെ ഏൽപ്പിച്ച് അവരെ സഹായിച്ച ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരതയും യുദ്ധകാലവും നടമാടിയിരുന്ന ഒരു കാലമായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് എഴുതിയത് എന്നാണ് ന്യായമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ ഏദോമിനുള്ള ഒരു പ്രത്യേക ഒരു സ്വഭാവം ഇതിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തോടുള്ള ബന്ധത്തിലും ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് പ്രവാചകൻ വളരെ ഗൗരവമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആ കാലയളവ് BC 586 അത് പഠിതാക്കൾ, അത് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നാം നോക്കുമ്പോൾ അത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യമല്ല എന്ന് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. ഏത് കാലത്ത് എഴുതിയാലും നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിലേക്ക് ഏറെ മതിയായ വാക്കുകളാണ് ഈ പ്രവാചക പുസ്തകത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. യഹോവയുടെ ദിവസത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ പ്രത്യാശയുടെ സന്ദേശമുള്ള ഒരു കാലത്തെക്കുറിച്ച് പറയുന്നു. എന്താണ് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അത് കാണുവാൻ കഴിയും. 17-ാം വാക്യത്തിൽ, സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും, യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും എന്നൊക്കെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത് BC 586 86 കാലഘട്ടത്തിലാണ് ഇത് എഴുതിയതെന്ന് പറയുവാനായിട്ട് ഇടവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടാലും ഇവിടെ വിവരിച്ചിരിക്കുന്നതായിട്ടുള്ള അന്തസ്സത്തയായിരിക്കുന്ന ഇതിൻ്റെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കുറിക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. എന്തൊക്കെയാണത്? ഒന്ന്, യെരുശലേമിൻ്റെ ഒരു നാശകാലമാണ്. നമുക്കറിയാം, യെരുശലേം ഇന്ന് നമുക്ക് സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിത്രീകരിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഈ സഭാ കാലയളവിൽ നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വളരെ വേദനാജനകമായിട്ടുള്ള അനേകം കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ നമുക്കുള്ള ഉത്തരവാദിത്വം എന്താണ്? നാം ദൈവവചനപ്രകാരം നാം ഉൾപ്പെടുന്നതായിട്ടുള്ള സഭകളിൽ നാം ദൈവത്തിൻ്റെ വചനം വളരെ കൂലങ്കക്ഷമായിട്ട് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ദൈവജനത്തെ സത്യത്തിൻ്റെ അതിരുകൾക്കകത്ത് നിൽക്കുവാനായിട്ട് അവരെ ബുദ്ധി ഉപദേശിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ഭാഗത്ത് ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്നത് ഏദോമിൻ്റെ വളരെ ക്രൂരതയും വഞ്ചനയും. അവർ ആരോടാണ് ഇത് ചെയ്യുന്നത്? അവരുടെ സഹോദരങ്ങളോടാണ് അത് ചെയ്യുന്നത്. വാസ്തവത്തിൽ നാം പുറമേ നോക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും ഐക്യത്തോടുകൂടി ആണെങ്കിലും ഇന്നത്തെ കാലയളവിൽ അനേക സഭകളിൽ, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അനേക സഭകളിലെ വാർത്തകൾ കേൾക്കുന്നത് വളരെ വേദനാജനകമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്, ഇങ്ങനെയൊക്കെ ദൈവങ്ങളുടെ ഇടയിൽ സാധ്യതകൾ ഉണ്ടാകുന്ന പറയും. ഇവിടെ
സഹോദരന്മാരുടെ ക്രൂരതയും വഞ്ചനയുമാണ് ഇവിടെ നടക്കുന്ന കാര്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ നടക്കുന്നതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ദൈവകോപം കടന്നു വരികയാണ്. പ്രവാചകൻ അതാ ദർശനമാണ് യഹോവയിൽ നിന്നുണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ ഇവർക്കുള്ള അഹങ്കാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്തോ ആണ് എന്നുള്ളതായിട്ടുള്ള നിലയിലാണ് ഏനും ആയിരിക്കുന്നത്. അവനെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ പറയുന്നത് എന്താണ്? നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് നിന്നെ ഇറക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അവൻ വളർന്നു. ഇന്ന് ദൈവസഭകളിൽ എന്താണ്? ഇന്ന് ദൈവസഭ വളർന്നിട്ടുണ്ട്. പക്ഷെ വളരുമ്പോൾ ജീവിതത്തിലേക്ക് അടർത്തിയെടുക്കേണ്ടതായിട്ടുള്ള അനേകം കാര്യങ്ങളെ അടർത്തിയെടുക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ള ദുഃഖസത്യം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് അറിവില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും നല്ല അറിവുണ്ട്. പക്ഷേ അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിയാത്മകമായിട്ട് തീർന്നില്ലെങ്കിൽ അത് എന്താണ് ചെയ്യുന്നത്? അത് നമുക്ക് അനുഗ്രഹത്തിന് പകരം ദോഷമായിട്ട് ഭവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് പറയുന്നത്? എങ്കിൽ വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് അതിനെ ചെയ്യാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ നാം നമ്മെ തന്നെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഏദോമിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഏദോമിന്റെ തങ്ങളുടെ അഭിമാനം, തങ്ങളുടെ അഹങ്കാരം അവർക്ക് അത് ദൈവക്രോധത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത്, ഇവിടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ദൈവ ന്യായവിധിയുടെ മുന്നറിയിപ്പ് അവിടെ നൽകുകയാണ്. പ്രവാചകന് അരുളപ്പാടുണ്ടായി, അത് താൻ അറിയിക്കുകയാണ്. ഇത് വളരെ വ്യക്തതയോടെ നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ബൈബിൾ അറിയുന്നവരാണല്ലോ. ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, ഘനമേറിയ വാക്കിനല്ല പറഞ്ഞിരിക്കുന്നത്, ഏത് നിസ്സാര വാക്കിനും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രത്യാശാജനകമായിട്ടുള്ള കാര്യം എന്താണ്? ഇവർക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയുന്നത് അവർക്ക് പ്രത്യാശയുടെ ഒരു വാഗ്ദാനം അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഈ പുസ്തകം എഴുതപ്പെട്ടത് BC 845 586 ഏതുമാകട്ടെ, തിരുവചനത്തിലെ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അത് പരിവർത്തനം ചെയ്യുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ യോബദ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ, വിശേഷാൽ ഈ കാലഘട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്കും പ്രയോജനമായി തീരുവാനും കഴിയേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. വീണ്ടും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം, ഇവിടെ ഈ പുസ്തകത്തിലെ പ്രതിപാദ്യങ്ങളാണ്. ഇസ്രായേൽ രാജ്യത്തോട് ക്രൂരമായി പ്രവർത്തിച്ചതിന് ഏതോ വംശത്തിൻ്റെ മേല് അല്ലെങ്കിൽ ഏതോ നിവാസികളുടെ മേൽ വരുന്ന ശിക്ഷയാണ് ഇതിൽ ഈ പുസ്തകത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം. എന്നാൽ ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഏദോമിൻ്റെ മേൽ വരുന്ന നാശത്തെയാണ് വെളിപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഉള്ളടക്കത്തിൽ വരുന്നത് ഏദോമിൻ്റെ മേൽ വരുന്ന ന്യായവിധിയുടെ കാരണമാണ്. അത് 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അത് വെളിപ്പെടുത്തുകയാണ്. നാം വരുന്നത് അവരുടെ മേൽ ഒരു നാശം വരികയാണ്. എന്തിനാ നാശം വരുന്നത്? ഒരു കാരണമുണ്ട്. ആ കാരണമാണ് 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. മൂന്നാമതായിട്ട് കാണുന്നത് ഏദോമിൻ്റെ മേലും മറ്റുള്ളവരുടെ മേലും, ഏദോമിൻ്റെ മേൽ മാത്രമല്ല മറ്റുള്ളവരുടെ മേലും ന്യായവിധിയുണ്ട്. അത് കാണിക്കുന്നത് അതിൻ്റെ 15 മുതൽ 16 വാക്യങ്ങൾ. അപ്പോൾ ദൈവം, ഒരു കാര്യം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? ദൈവം നീതിമാനാണ്. ദൈവം തൻ്റെ ന്യായവിധി നടത്തുമ്പോൾ, ദൈവം വിധിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെയാണ് വിധിക്കുന്നത് എന്നുള്ള സത്യം നാം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രമല്ല അതിൻ്റെ 15-16 വാക്യങ്ങളിൽ തന്നെ അതിൻ്റെ പറഞ്ഞിരിക്കുന്നത്
ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന, ദൈവം തനിക്ക് ജനമായിരിക്കുവാൻ, ദൈവത്തിന് പ്രത്യേകം ജാതിയായിരിക്കാൻ തിരഞ്ഞെടുത്തതായിട്ടുള്ള ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനമാണ്. ഇതിൽ ഈ കാര്യങ്ങൾ വായിച്ചപ്പോൾ ഒരു കാര്യം അതിനെ ക്രോഡീകരിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവം നീതിമാനാണ്. അവൻ പാപത്തെ വെറുക്കുന്നവനും പാപത്തിന് തക്ക ശിക്ഷ കൊടുക്കുന്നവനുമാണ്. അങ്ങനെയെങ്കിൽ ദൈവം പക്ഷപാതം കാണിക്കോ? ഇല്ല. ദൈവം പാപത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നു. എന്നാൽ ആ ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് എന്താണ്? അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്ന നല്ല ദൈവമാണ്. നമുക്ക് സമയം തരും. നമ്മൾക്ക് ചിലപ്പോൾ പറയാറുണ്ടല്ലോ, ചില വിശുദ്ധന്മാരായിട്ടുള്ളവർ മരിച്ചു കഴിയുമ്പോൾ പറയും, അവരെ ദൈവസന്നിധിയിൽ ചേർത്തു. നാം ഇവിടെ ശേഷിക്കുന്നത് നമ്മുടെ കഴിവുകൾ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകം വേറെ ഉള്ളതുകൊണ്ടല്ല. നാം ഓർക്കുന്ന ഒരു കാര്യമാണ്, അത് അങ്ങനെ തന്നെ ആയിരിക്കണം. എനിക്ക് ചില കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ചെയ്തു തീർക്കാനുണ്ട്. ചില ക്രമീകരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്, ഇവിടെ ഏദോമ്യർ ചെയ്തതായിട്ടുള്ള തെറ്റുകൾക്ക് എതിരായിട്ട് ദൈവം അവിടെ പ്രവർത്തിക്കുവാനായിട്ട് പോകുമ്പോൾ, ദൈവം തന്റെ ദാസനായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന ഓബദ്യാവ് മുഖാന്തരം ആ കാര്യം അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഓരോ ദിവസങ്ങളിലും ദൈവവചന കേൾവികൊണ്ടൊക്കെ അതൊക്കെയാണ് സംഭവിക്കേണ്ടത്. നാം ദൈവവചനം വായിക്കുമ്പോൾ ചില ഭാഗങ്ങൾ നമ്മെ സ്ട്രൈക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ മനോഭാവം എന്താണ്? നാം തിരുത്താൻ പോകാറുണ്ടോ? തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം. നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതാണെങ്കിൽ ചേർത്ത് വെക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ആ നിലയിൽ ദൈവം ചെയ്യുന്ന ഓരോരോ പടിപടി നോക്കുമ്പോൾ അത് എത്രയോ ക്രമമായിട്ടാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത് അവിടുത്തെ ഒരു നാശം വരുന്നു എന്നുള്ളത് അറിയിക്കുമ്പോൾ, രണ്ടാമത് പറയുന്നത് ആ നാശത്തിന് കാരണം എന്താണ് എന്നുള്ളത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും നിങ്ങളുടേത് മാത്രമല്ല, സാധാരണമായിട്ട് എല്ലാവരിലും കടന്നു വരുന്നതായിട്ടുള്ള, എല്ലാവരിലേക്കും ഉള്ളതായിട്ടുള്ള ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ടുള്ള പ്രത്യാശയുടെ കാര്യം, ഇസ്രായേലിനൊരു പുനഃസ്ഥാപനം. ഇതാണ് അനുഗ്രഹീതമായിട്ടുള്ള ദൈവം ചെയ്യുന്ന വ്യവസ്ഥിതികളുടെ പ്രത്യേകതകളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും ഈ കാര്യം ഓർക്കുമ്പോൾ നാം ആമുഖമായിട്ടാണല്ലോ ചിന്തിക്കുന്നത്. ഓബദ്യാവ് എന്ന ഈ പേരിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജന്മനാട് എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്കറിയില്ല. കുടുംബത്തെ പറ്റിയോ ചരിത്രപരമായിട്ട് ജീവചരിത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലഭ്യമാകുന്നില്ല. എങ്കിലും ഈ ഓബദ്യാവിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഈ പുസ്തകത്തിലെ വാക്കുകൾ വായിക്കുമ്പോൾ അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ആദ്യം ഉറപ്പിച്ചതുപോലെ ഓബദ്യാവ് എന്നാൽ യഹോവയുടെ ദാസൻ, യഹോവയുടെ ആരാധകനാണ്. ആ പേരിനോട് ചേർന്ന് തൻ്റെ സ്വഭാവ സവിശേഷതകളും ആയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത നൽകുന്നതാണ്. ഇതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കാൻ, പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും എന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? ഏദോം എന്ന ആ ജനതയുടെ മുമ്പാകെ ഒരു ചെറിയ പ്രവാചകൻ കടന്നു ചെന്നിട്ട് പറയുകയാണ്. എത്രയോ ഗൗരവമേറിയ വാക്കുകളാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തൻ്റെ ആ ധൈര്യത്തെ, തൻ്റെ ആ ഭയമില്ലാത്തതായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നത്, യഹോവ നിനക്കെതിരെയാണ് പ്രവർത്തിക്കുവാനായിട്ട്. ഇങ്ങനെ പറയുവാൻ അല്പം ചങ്കുറ്റമൊക്കെ വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം
ഇവിടെ പറയുന്ന അവരുടെ ഏതോമിൻ്റെ പ്രത്യേകതകൾ പറയുന്നത് നോക്കിക്കേ. എന്താണ് അവരുടെ പ്രത്യേകതകൾ പറയുന്നത്? അവർ പാറപ്പിടപ്പുകളിൽ പാർക്കുന്നവനാണ്, ഉന്നത വാസമുള്ളവനാണ്, എന്നെ ആ തലത്ത് തല്ലുന്ന അവർ വെല്ലുവിളി നടത്തുന്നവരാണ്. വീണ്ടും പറയുന്നത് അവർ അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ടുള്ളവരായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നെ ആ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനെ നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ ചതിക്കുഴിയിലേക്ക് പോകുവാനായിട്ട് കാരണമായി തീരുന്നത് നമ്മുടെ തന്നെ പാകപ്പിഴകൾ കൊണ്ടാണ്. പലപ്പോഴും നാം അത് മനസ്സിലാക്കാറില്ല. എന്നാൽ തിരുവചനത്തിലെ സത്യങ്ങൾ നാം മനസ്സിലാക്കി നാം അതിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കർത്താവ് സൗമ്യതയും താഴ്മതയും ഉള്ളവനായിരുന്നത് പോലെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ കർത്താവ് സൗമ്യതയും താഴ്മയുമുള്ളവനാണ്. കർത്താവ് പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്ന എന്താണ്? എൻ്റെ ദുഃഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ ദുഃഖം ഏറ്റിട്ട് എന്നോട് പഠിപ്പി. പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് കീഴ്വഴക്കത്തോടുകൂടി ജീവിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ കർത്താവിൽ നിന്ന് പഠിക്കണം. നമ്മുടെ സ്വന്തം ബുദ്ധിക്കല്ല, കർത്താവിനോട് പഠിക്കണം. അതാണ് നമുക്കുള്ള പ്രമാണം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഏറെ സൗമ്യതയോടെ, ഏറെ സാവധാനതയോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ എൻ്റെ സമയം മുന്നോട്ട് പോകും എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഓബദ്യാവിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ നീതിബോധമാണ്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 15-ാം വാക്യം, സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി. മുഖപക്ഷമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല, തൻ്റെ നീതിബോധമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നീതിമാനാണ്. നമ്മയും നാം വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട നീതിമാന്മാരാക്കി നമ്മെ തീർത്തതാണ്. അത് നാം വ്യക്തതയോടെ മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഓബദ്യാവിൻ്റെ ഈ വാക്കുകൾ കാണുമ്പോൾ, ഏദോമിനോടുള്ള ഈ പ്രവചനം ഇവിടെ നടത്തുമ്പോൾ തൻ്റെ വാക്കുകൾ തൻ്റെ നീതിബോധത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നീതിബോധത്തിൻ്റെ ശക്തമായ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവനീതി പക്ഷപാതമില്ലാത്തതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത നിലയിൽ പ്രസ്താവിക്കുന്ന കാര്യങ്ങളെല്ലാം, മറിച്ച് ദൈവവചനം ഇതാണ് പറയുന്നത്. അതാണല്ലോ ഓബദ്യാവ് പറഞ്ഞു തുടങ്ങിയത്. അവൻ്റേതായിട്ടുള്ള ഒരു കാര്യം ഓബദ്യാവ് പറയുന്നില്ല. 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഓബദ്യാവിൻ്റെ ദർശനം എന്ന് പറഞ്ഞിട്ട് യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ച് പറയുന്നു. അവൻ സ്വയമായിട്ട് ഒരു കാര്യം പറയുന്നില്ല. ഇത് വളരെ ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ബുദ്ധിക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് പ്രവൃത്തി പദത്തിലേക്ക് വരുവാനായിട്ട് തടസ്സം വരും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു സഹോദരൻ നിന്ന് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നിന്നു. അദ്ദേഹം അവിടെ നിന്നിട്ട് കുറെ കഥ പറഞ്ഞു, ആദ്യം പിന്നെ കുറച്ച് ചരിത്രം പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ആ ആള് ഈ ദൈവദാസനോട് പറയുകയാണ്, എൻ്റെ ബ്രദറെ, എനിക്ക് അവസാനം വന്നപ്പോൾ സുവിശേഷം പറയാനായിട്ട് സമയം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഈ ഓബദ്യാവിൻ്റെ ഈ പുസ്തകം നാം പഠിച്ചാൽ ഇതിനകത്ത് ഒരു ചെറിയ വാക്ക് പോലും അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ പറഞ്ഞിട്ടുള്ളതെല്ലാം വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് ഓബദ്യാവിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, അവൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 17-ാം വാക്യം. 17-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും, യാക്കോബ് ഗൃഹം
തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാണ്. ദൈവം തൻ്റെ ജനത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതായിട്ടുള്ള ആ കാര്യം ഇവിടെ പ്രവാചകൻ വളരെ വിശ്വസ്തയോടുകൂടെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇതിലുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളെ ഭയന്ന് പറയാതിരിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം നാം മനസ്സിലാക്കേണ്ട വളരെ ആവശ്യം. അതാണല്ലോ നാം ഓർത്തത്, യഹോവയാതെയും അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാനല്ല ഈ സന്ദേശത്തിൻ്റെ ഉടമ എന്നുള്ള കാര്യം താൻ വെളിപ്പെടുത്തുകയാണ്. അത് വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. നാമും പറയുന്ന കാര്യങ്ങൾ എനിക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു കാര്യം വെളിപ്പെടുത്തി കിട്ടിയാൽ അത് പറയുമ്പോൾ അത് എൻ്റേതല്ല, കർത്താവ് എനിക്ക് തന്ന വാക്കുകളാണ്. കേൾക്കുന്നവരും അതിൽ എടുക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും കേൾപ്പിക്കപ്പെടുന്നവനും ഒരുപോലെ അനുഗ്രഹത്തിന് വിഷയമായി തീരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർക്കേണ്ട വളരെ ആവശ്യമാണ്. ഇവിടെ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ യോദോമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ വളരെ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊരു മനുഷ്യനെയും ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ യാതൊരു ഭയം കൂടാതെ, ഒരു എന്താ പറയണേ, രാഷ്ട്രീയ ബുദ്ധി ഒന്നുമില്ലാതെ, വ്യക്തിപരമായിട്ടുള്ള സുരക്ഷ ഒന്നും കണക്കിലെടുക്കാതെ എല്ലാ ദൈവവചനത്തിന് മുകളിലേക്കാണ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇത് നോക്കുമ്പോൾ ഇത് ഈ പ്രവാചകന്റെ വിശ്വസ്തതയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. എന്താണ് അത് കാണുന്നത്? ചെറിയൊരു വാക്യം, ചെറിയൊരു പുസ്തകത്തിലെ ചെറിയൊരു ദർശനത്തിൻ്റെ വിവരണം, അത് ഏറ്റവും ഘനഗംഭീരമായിട്ടുള്ള നിലയിൽ നീതിവിധി, ശക്തി, ദൈവതീർപ്പ് ഇതെല്ലാം ഉള്ളടക്കം ചെയ്തുകൊണ്ട് ആ കാര്യം വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും ഈ ഓബദ്യാവ് എന്ന വ്യക്തിത്വം എത്രയോ വിശ്വസ്തയുടെ ഒരു ഉടമയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നാലാമത്തെ കാര്യം, അത് ഈ കാര്യത്തോട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറഞ്ഞു, വളരെ ചുരുക്കത്തിൽ സത്യമായിട്ടും ശക്തമായിട്ടുള്ള ആശയം കൈമാറുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതെന്താണ് കാണിക്കുന്നത്? അതിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, യാക്കോബ് ഗ്രഹം തീയും യോസെഫ് ഗ്രഹം ജ്വാലയും ഏശാവ് ഗ്രഹം കാലടിയും അയക്കുക എന്നാണ് പറയുന്നത്. അവിടെ ഏദോമ്യരോട് പറയുമ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങൾ വെറും പുല്ലാണെന്നാണ് പറയുന്നത്, കാലടി. അത്രമാത്രം കുറഞ്ഞ നിലയിൽ അവരോട് ആ കാര്യം പറയണമെങ്കിൽ തൻ്റെതായിട്ടുള്ള ആ സ്വഭാവ സവിശേഷതകൾ എത്രയോ ഗൗരവമേറിയതായിരുന്നു. ചുരുക്കത്തിൽ സത്യമായതും ശക്തമേറിയതായിട്ടുള്ള ആശയങ്ങൾ കൈമാറുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ചില കാര്യങ്ങൾ, ഓബദ്യാവ് പുസ്തകത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് നാം ആദ്യം ഓർത്തതുപോലെ ഈ പുസ്തകം ബൈബിളിലെ ഏറ്റവും ചെറിയ പ്രവാചക പുസ്തകമാണ്. പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകങ്ങളിൽ ഏറ്റവും ചെറുതാണ്. മൊത്തം 21 വാക്യങ്ങളുള്ള ഒരു പുസ്തകമായിട്ട് അതിൽ തന്നെ പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ കാര്യം, ഏദോമിനെതിരായിട്ടുള്ള ദൈവവിധിയുടെ സന്ദേശം നൽകുന്നതായിട്ടുള്ള ഒരു പുസ്തകം എന്നുള്ള നിലയിൽ ഇത് പ്രത്യേകതയുള്ളതാണ്. ഈ ഒരു ജാതിക്കെതിരെ ന്യായവിധി കടന്നു വരുന്നതിന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിൽ ഇത് പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിന് നേരെ ഏദോമിൽ കാണിച്ച ക്രൂരതയും അതുപോലെ അവരുടെ അഹങ്കാരവും കാരണം ദൈവം അവരുടെ നാശത്തെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊരു പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ അവരുടെ അഹങ്കാരത്തിനെതിരെയുള്ള മുന്നറിയിപ്പ് 3-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. നാലാമത്തെ ഒരു പ്രത്യേകത വളരെ ശ്രദ്ധേയമാണ്. എന്താണ് ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം? വിതയും കൊയ്ത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു തത്വം അവിടെ പ്രയോഗിക്കുന്നുണ്ട്. 15-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? അവിടെ വായിക്കുന്നത്, സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നമുക്കറിയാം, നെല്ല് വിതച്ചാൽ നെല്ലാണ്,
കൊയ്യും. പക്ഷേ ഇത് എത്ര വിതച്ചാൽ അത്രയല്ല, അതിൽ കൂടുതലായിട്ടാണ് നാം കൊയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നാം എന്ത് വിതയ്ക്കുന്നുവോ അത് അതിലധികമായിട്ട് നാം കൊയ്തെടുക്കുവാനായിട്ട് ഇടവരുമെന്നുള്ളതായിട്ടുള്ള ഒരു പ്രത്യേകമായ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ബൈബിൾ അതാണ് പറയുന്നത്. ഓരോരുത്തർ അവനവൻ ചെയ്തതിൻ്റെ തക്കതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രവർത്തിക്കത്തക്കവണ്ണം വിധി ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് നമ്മെ ക്രമീകരിക്കാൻ തക്ക നിലയിൽ ഈ പുസ്തകത്തിലെ ഈ പ്രത്യേകത വളരെ വളരെ വ്യക്തത നൽകുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ഈ വാക്യത്തിൽ തന്നെ യഹോവയുടെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതും ഒരു പ്രത്യേകതയാണ്. കർത്താവിൻ്റെ ദിവസം വരുന്നു എന്നുള്ളത് പറയുന്നു എന്നുള്ളത് ഏറെ പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. മറ്റൊരു പ്രത്യേകത എന്നുള്ളത് അവസാനത്തിൽ ഇതിന് ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. ഒരു പുനഃസ്ഥാപനം, ഒരു വീണ്ടും ദൈവത്തിൻ്റെ രാജ്യത്തിന് എന്താ പറയുന്നത്, രാജ്യത്തിൻ്റെ ലഭിക്കുന്നതായിട്ടുള്ള വലിയ വിജയത്തെ ആത്യന്തികമായിട്ട് അതാണ് നല്ലത്. ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ആത്യന്തികമായിട്ട് ദൈവജനത്തിന് ലഭിക്കുവാൻ പോകുന്ന വിജയം, അതൊരു പ്രത്യേകതയുള്ളതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. മറ്റൊരു പ്രത്യേകത എന്നുള്ളത് നാം കൂടെ ഓർത്തതാണ്. ചെറുതായിട്ടുള്ള ഒരു പുസ്തകമാണെങ്കിലും ശക്തമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന പുസ്തകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറഞ്ഞിരിക്കുന്നത് അഹങ്കാരത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പറയുന്നു, സഹോദരനോട് കാണിച്ച ക്രൂരതയുടെ പാപത്തെക്കുറിച്ച് പറയുന്നു, അതുപോലെ ദൈവത്തിൻ്റെ അന്തിമ വിധി. പ്രിയമുള്ളവരെ, നാം എന്ത് ചെയ്താലും എങ്ങനെയായിരിക്കണം, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ദൈവികമായിട്ടുള്ള ആലോചന. നമുക്ക് അങ്ങനെയാണ്. പക്ഷേ നാം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന്, അത് ഔട്ട്ലൈൻ മാത്രമായിട്ട് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുകയാണ്. ഇതിലെ 10 ആത്മീയ സത്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട്. ആത്മീക സത്യങ്ങൾ നമുക്കറിയാമല്ലോ, നമ്മൾ എവിടെ വചനം പഠിച്ചാലും എന്ത് പഠിച്ചാലും നമുക്ക് അതിന് പ്രായോഗിക പാഠങ്ങൾ ലഭിക്കണം. അതാണ് നമുക്ക് അത് തന്നെയാണ് ദൈവവചനം പറയുന്നത്. ഈ ജീവൻ്റെ വചനം ജീവനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു വചന പഠനത്തിലും നമുക്ക് പ്രായോഗികമായ പാഠം ലഭിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, അഹങ്കാരം എന്ത് ചെയ്യുന്നു? നാശത്തിലേക്ക് നയിക്കുന്നു. അത് നാം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. എത്ര തന്നെ നാം ഉയർന്ന സ്ഥാനത്തേക്ക് ചെന്നാലും ദൈവത്തിനെതിരെ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നാം ഉദ്ദേശിക്കുന്നത് പോലെയല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ ആത്മീക സത്യം, ഹൃദയത്തിലെ അഭിമാനം. ഞാൻ എന്തോ ആണെന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്തോ ആണെന്ന് ഇടയ്ക്കൊക്കെ തോന്നുന്നു. ഞാൻ അവരെക്കാൾ ബെറ്റർ ആണെന്ന് തോന്നുന്നതായിട്ടുള്ള ഒരു കാര്യം, അത് നമ്മെ തന്നെ വഞ്ചിക്കുന്നതാണ്. ഒരിക്കലും അതിന് വിധേയമാകുവാനായിട്ട് പാടുള്ളതല്ല. കാരണം ഇവിടെ ഏതോലുള്ള ബന്ധത്തിൽ പറയുമ്പോൾ 3-ാം വാക്യത്തിൽ പറയുന്നത്, ആരെന്നെ നിലത്ത് തള്ളിയിടും എന്ന് ഹൃദയത്തിൽ പറയുന്നവനെ, നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം, നിന്റെ ഹൃദയത്തിലെ ചിന്ത നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ചതിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മീയ സത്യത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ, എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ എന്നെ ആത്മീയമായിട്ടുള്ള ഉന്നതിയിലേക്ക്, പടവുകളിലേക്ക് ചവിട്ടി കയറുവാൻ എന്നെ സഹായിക്കുന്നതാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആത്മവിശ്വാസമൊക്കെ വേണം കേട്ടോ, ആത്മവിശ്വാസം നല്ലതാണ്, അത് വേണം. പക്ഷേ ദൈവത്തെ മറക്കുന്നതോ മറ്റുള്ളവരെ തുച്ഛീകരിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പാടുള്ളതല്ല. 3-ാമത്തെ ആത്മീയ സത്യം, സഹോദരനോടുള്ള ക്രൂരത ദൈവം കാണും. നാം ആരും സഹോദരന്മാരെ ക്രൂരമായിട്ട് നമുക്ക് കാണാറില്ല. എന്നാൽ അറിയാതെയോ അറിയാതെയോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വന്നു പോയാൽ ഉടനടി ചെയ്തോളണം. എല്ലാ സഹോദരോടും ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് വിഷമമായി പോയോ അറിയില്ല,
അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കേണ്ടതാണ് ചോദിക്കുക, അതിന് പരിഹാരം വരുത്തുക. നമുക്ക് സഹോദരന്മാരാണ്. ആ സഹോദരനോടുള്ള ക്രൂരത ദൈവം കാണും. അതാണ് ഇവിടെ ഏദോമിന് സംഭവിച്ചതായിട്ട് ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ ഇസ്രായേലിനെതിരെ അവർ പ്രവർത്തിച്ചത് അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യം ദുരിതത്തിലുള്ളവരെ കണ്ട് സന്തോഷിക്കുന്നത് പാപമാണ്. ആരങ്ങനെ ചെയ്യാറില്ല. എന്നാൽ നമുക്കറിയാം, ഒരാൾ ദുഃഖത്തിലായിരുന്നാൽ എന്ത് ചെയ്യും? ആളോടുകൂടെ നാം സഹതപിക്കും. വളരെ ഒരു സഹാനുഭൂതി നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയായാലോ? അത് ചിന്തിക്കേണ്ട വിഷയമാണ്. രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്തു പോകേണ്ട കാര്യമാണ്. അതാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സഹോദരൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ അവരോടുള്ള ഇടപെടലുകൾ ഒരുപോലെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവവചനം നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏതോ യെരുശലേമിന്റെ നാശം കണ്ട് സന്തോഷിക്കുകയാണ്. അവർ വഴിത്തലയ്ക്ക് നിന്നുകൊണ്ട് അവര് ആ പാലായുധന്മാർ അവരെ ഈ ആളുകളെയൊക്കെ വന്ന് പിടിച്ചോണ്ട് പോകുന്നവർക്കെല്ലാം ഇവരെ പിടിച്ചു കൊടുക്കാനായിട്ട് ഇവർ സഹായിക്കുന്ന പ്രവർത്തിയിലാണ്. അത് ദുഃഖകരമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് ദൈവജനത്തിൻ്റെ മധ്യത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഉണ്ടെങ്കിൽ അത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് നാം മറ്റൊരു നാലാമത്തെ ആത്മീയ സത്യം നാം ഓർത്തതാണ് വിതയും കൊയ്ത്തും എന്ന തത്വത്തോടുള്ള ബന്ധത്തിലാണ്. നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ദുരിതത്തിലുള്ളവരെ കണ്ട് സന്തോഷിക്കുന്ന കാര്യം. അഞ്ചാമത്തെ കാര്യം അന്യരുടെ ദുഃഖത്തിൽ പങ്കുചേരാത്തത് കുറ്റമാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദുരിതത്തിലുള്ളവരെ അവർ കണ്ട് സന്തോഷിക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ചെയ്യേണ്ടത് അവരിൽ പങ്കുചേരണം. അതാണ് അതൊന്നും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ കാര്യത്തെ നാം മനസ്സിലാക്കുക. കാരണം ദൈവവചനം എന്താണ് പറയുന്നത്? നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. വിശ്വാസികൾ പാപമുണ്ടോ? പാപമുണ്ട്. അനവധി പാപം നാം അറിയാതെയൊക്കെ ചിലതൊക്കെ വന്നു കൂടുക ഉണ്ട്. അപ്പോൾ അത് നാം മനസ്സിലാക്കുക. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് അർഹത ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ട് ചെയ്യാതിരുന്നാൽ അത് പാപമായിട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ ആത്മീക സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി ഉറപ്പാണ്. പ്രവാചകൻ ഉറപ്പിച്ച് പറയുന്ന കാര്യം ദൈവം ഇത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും എന്നുള്ളതാണ്. ദൈവം ഏദോമിൻ്റെ പാപത്തിന് വിധി കൽപ്പിച്ചു, അത് നടക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ പറയുന്നു. ഏഴാമത്തെ കാര്യം വിതച്ചത് തന്നെയാണ് ചെയ്യുക. അത് നാം ഓർത്തതാണ്. നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അതിലെന്താണ് നമുക്ക് ലഭിച്ച് കിട്ടുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് ഫലമുണ്ട് എന്നുള്ളതാണ് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതുപോലെ മറ്റൊരാത്മീയ സത്യം എട്ടാമത്തത് ദൈവം തൻ്റെ ജനത്തെ മറന്ന് കളയുന്നില്ല. അത് വളരെ ആത്മീയമായിട്ടുള്ള വലിയൊരു സത്യമാണ്. എന്തൊക്കെ വന്നാലും ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും മറന്നു കളയുന്നവനല്ല. അങ്ങനെ ചെയ്താൽ അവൻ്റെ ആ നീതിയെ ചോദ്യം ചെയ്യുന്നതായിട്ട് കാര്യമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവം തൻ്റെ ജനം ഏത് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും ആത്യന്തികമായിട്ട് നീതി ദൈവജനത്തിൻ്റെ ഭാഗത്തായിരിക്കും എന്നുള്ളത് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒമ്പതാമത്തെ കാര്യം, 10 കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. ഒമ്പതാമത്തെ കാര്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ രാജ്യം അവസാനം ചെയ്യും. അതാണ് നമുക്ക് വളരെ പ്രത്യാശാജനകമായിട്ടുള്ളത്. ഈ ലോകത്തിലെ സകല ശക്തികളും ഒരു നാൾ അത് താളടിയായി പോകുന്ന ഒരു സമയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന് ആത്യന്തികമായിട്ട് ജയം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 10ാമത്തെ കാര്യം, ദൈവം 2 കാര്യങ്ങൾ ചെയ്യും. എന്താണ് ചെയ്യുന്നത്? ദൈവം താഴ്ത്തുകയും ചെയ്യും, ഉയർത്തുകയും ചെയ്യും. അതാണ് ഉയർത്തപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കാണിരിക്കണം. അതുകൊണ്ട് എന്താണ് വായിക്കുന്നത്? അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടത് അവന്റെ കരങ്ങളിൽ ബലമുള്ള കരങ്ങളിൽ കാണിരിക്കണം. പ്രിയമുള്ളവരെ, ഇത് ദൈവജനത്തിന് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ
ഈ 10 ആത്മീക സത്യങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ നാം ഈ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിൻ്റെ വലിയ നീതിയും അതുപോലെ ദൈവത്തിൻ്റെ രാജ്യവും ആത്യന്തികമായിട്ട് വളരെ പ്രത്യാശാജനകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അല്പസമയം കൂടി എടുത്തിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ ഓവദ്യാവ് എന്നുള്ള ആ പേര് ഇംഗ്ലീഷിൽ അതിന് ചില ലെറ്ററുകൾ നമുക്ക് എത്ര എണ്ണം ഉണ്ടോ? 1, 2, 3, 4, 5, 6, 7 ലെറ്ററാണ്. OBADIAH. ഇതിനെ ഇതൊരു പഠിക്കാൻ വേണ്ടി ഒരു മെത്തേഡാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഈ ഓരോ അക്ഷരത്തിനും മതിയായതായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് അത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്നാമതായിട്ട് ഓ എന്ന് പറയുമ്പോൾ ഓവർ ത്രോ ഓഫ് പ്രൈഡ്, അഹങ്കാരത്തിൻ്റെ തകർച്ച. അതിൻ്റെ 3-4 വാക്യങ്ങൾ നാം ഓർത്തതാണ്. അത് വെളിപ്പെടുത്തുന്നുണ്ട് അവരുടെ അഹങ്കാരം നിറഞ്ഞതായിട്ടുള്ള അവരുടെ ജീവിതം, അതുപോലെ തന്നെ അവരുടെ അഹങ്കാരത്തിൻ്റെ ഉന്നതി, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ ഒരു ആത്മീക സത്യം നാം ഓർത്തതാണ്. ദൈവസന്നിധിയിൽ വിനയം മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത്. ബന്ധപ്പെട്ട ഒരു വാക്യം ഒന്ന് വായിക്കാം. ആരെങ്കിലും പെട്ടെന്ന് എടുക്കാൻ പറ്റുമെന്ന് വായിക്കുക. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം അവിടെ വായിക്കുന്നു, നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ അഹങ്കാരം ഉള്ളവരുടെ കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നാശം വരുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരിക്കുന്നതായിട്ടുള്ള മനോഭാവം ഗർവമാണ്. വീഴ്ചയ്ക്ക് മുമ്പേ അവർക്ക് ഉന്നതഭാവം കാണിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ്. രണ്ടാമതായിട്ട് ഓബദ്യാവിൽ വരുന്ന ബിയാണ്. ബിയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ സഹോദരൻ്റെ ദ്രോഹം, ബ്രദേഴ്സ് ബെട്രയൽ. അതാണ് അതാണ് ഇവരുടെ ശിക്ഷയ്ക്ക് പ്രധാനമായിട്ടും കാരണമായി തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ 10-11 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസം നിമിത്തം ലജ്ജ നിന്നെ മൂടും. 11-ാം വാക്യം, നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവൻ്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോവുകയും അന്യദേശക്കാർ അവൻ്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരൂശലേമിന് ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തനെ പോലെയായി. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ നാം അവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും എതിരാളികളോടുള്ള ബന്ധം കൂടെ നിന്ന് അവരിൽ ഒരുത്തനെ പോലെ ആകുക എന്നുള്ളത് എത്രയോ ദുഃഖകരമാണ്. ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കാര്യം പറയണമെന്ന് എനിക്ക് വളരെ ആവേശമുണ്ട്. നമ്മുടെ ആളുകളുണ്ട് ഈ പ്രസംഗങ്ങളിൽ പലരും നാം പ്രായോഗികമാക്കുന്ന സത്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാത്ത ആളുകളുടെ ഇടയിൽ പോയി നിന്നുകൊണ്ട് അവരിൽ ഒരുത്തനെ പോലെ പ്രസംഗിക്കുന്നു എന്നുള്ളത് എത്രയോ ദുഃഖകരമാണ്. അങ്ങനെയുള്ള ചില പ്രസംഗങ്ങൾ യൂട്യൂബിൽ കാണാനായിട്ട് കഴിയും. വളരെ വേദന ഉളവാക്കുന്ന കാര്യം. ശരിയാണ്, അവിടെ പോയി സുവിശേഷം അറിയിക്കാനായിട്ട് നിനക്ക് അവസരമുണ്ടെങ്കിൽ ചെയ്തോ. പക്ഷെങ്കിൽ അവരിൽ ഒരുത്തനെ പോലെ ആയിട്ട് പറയുക എന്നുള്ളത് എത്രയോ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ഇതിനോടുള്ള വിഷയത്തിലുള്ള ബന്ധത്തിലല്ല എങ്കിലും എൻ്റെ മനസ്സിൽ അത് വന്നത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് ഇടർച്ചയ്ക്ക് കാരണമായി തീരുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ സഹോദരൻ്റെ ദ്രോഹം എന്തായിരുന്നു? ഇവർ സഹോദരനെ സഹായിക്കുന്നതിന് പകരം അവരെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, അവർ കഷ്ടതയിലായപ്പോൾ അവർക്കെതിരായിട്ട് നിന്ന് അവർക്ക് വിരോധമായിട്ട് അവർ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സഹോദര ദുഃഖത്തിൽ സന്തോഷിക്കുന്നത് ദൈവത്തിന് വിരോധമാണ്. ഉദാഹരണമാണല്ലോ
എല്ലാവർക്കും അറിയാവുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ കയ്യിനും ആബേലിനെ കുറിച്ചുള്ള സംഭവം. ഉപാധ്യായത്തിൽ അടുത്ത് വരുന്ന മൂന്നാമത് വരുന്നത് എയാണ്. എയ്ക്ക് എന്താണ് പറയുന്നത്? അക്കൗണ്ടബിലിറ്റി ബിഫോർ ഗോഡ്, ദൈവത്തിന് മുമ്പിലുള്ള ഉത്തരവാദിത്വം. അതിൻ്റെ 15-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? 15-ാം വാക്യം അതിന് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ മടങ്ങി വരും. തനിക്ക് ആ ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നു. ഏതോവിനെ ഈ കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ താൻ ഭയം അകന്നവനായിട്ട് ആ കാര്യങ്ങൾ പറയുന്നു. നീ ചെയ്തതുപോലെ നിനക്ക് സംഭവിക്കും, നിനക്ക് നിന്റെ ജീവിതത്തിൽ അതിന് തക്കതായിട്ടുള്ള ഫലം പോകുന്നു എന്നുള്ളത് ഓർപ്പിച്ചുണർത്തുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനുഷ്യൻ്റെ പ്രവർത്തികൾക്ക് ദൈവത്തിൻ്റെ വിധിയുണ്ട്, നീതിയുള്ള വിധിയുണ്ട് എന്നുള്ള സത്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിനോട് ബന്ധപ്പെട്ട ഒരു വചനഭാഗം വായിച്ചു കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. ആർക്കെങ്കിലും പെട്ടെന്ന് കിട്ടിയാൽ ഒത്തിരി വായിച്ചോളൂ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. 6-ാം അധ്യായം 7-ാം വാക്യം. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇവളവരെ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പ്രവാചകനും അതാണ് ഏദോമ്യരോട് പറഞ്ഞത്. നിനക്ക് നിന്റെ പ്രവൃത്തിക്ക് തക്കതായിട്ടുള്ള ശിക്ഷാവിധി നിനക്കായിട്ട് വരികയാണ്. 4-ാമത്തെ കാര്യം ഓബദ്യാവിൽ വരുന്ന OBA, 4-ാമതായിട്ട് വരുന്ന D ആണ്. ഡിയെ കുറിച്ച് ഡിയെ നാം മനസ്സിലാക്കുമ്പോൾ ഡേ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദിവസം. കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് ഇതിനകത്ത് നാം ഓർത്തതാണ്, എടുത്ത് വായിക്കുന്നില്ല. യഹോവയുടെ ദിവസം നാളടുത്തിരിക്കുന്നു എന്നുള്ള സന്ദേശം വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോവേൽ പ്രവചനം 2-ാം അധ്യായം, യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ 2:31 വായിക്കുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായിട്ടുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുടായി ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. അപ്പോൾ യഹോവയുടെ ദിവസം വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഈ പ്രവാചകൻ പറയുമ്പോൾ, ഏദോമ്യരോടുള്ള ആ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യം എടുത്തു പറയുന്നത് ഈ തൻ്റെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വീണ്ടും നാം കടന്നു വരുമ്പോൾ ആണ്. എന്താണ് കാണിക്കുന്നത്? ഇസ്രായേൽസ് റെസ്റ്റോറേഷൻ, ഇസ്രായേലിലെ പുനഃസ്ഥാപനം. അതിൻ്റെ 17-ാം വാക്യത്തിൽ നാം മുമ്പ് വായിച്ചു. അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള പുനഃസ്ഥാപനത്തെ, സിയോനിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള രക്ഷയെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുകയാണ്. ആ നിലയിൽ നാം പഠിക്കുമ്പോൾ തൻ്റെ പേരിനോടുള്ള ബന്ധത്തിലും ഈ നിലയിൽ നാം ഒരു പഠനമാക്കി കഴിഞ്ഞാൽ അത് ഈ പുസ്തകത്തിലെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യമാണ്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ, യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, അവിടെ നാം വായിക്കുന്നത്, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ട് വരും, നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും, അവർ നിന്നെ യഹോവയുടെ നഗരം എന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തോടുള്ള ബന്ധത്തിലും ഇവിടെ പറഞ്ഞിരിക്കും ഈ പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മറ്റൊന്ന് H ആണ്, അവസാനത്തെ അക്ഷരം H. അവിടെ നാം വായിക്കുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ നാം വരുവാനുള്ള ആ രാജ്യത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു രാജ്യം വരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യാശ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. രാജ്യം യഹോവയ്ക്കുള്ളതാണ്. അത് ആത്യന്തികമായിട്ട് അവസാനമായിട്ടും എല്ലാം അവസാനിച്ചതിന് ശേഷം ആ കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ലോകരാജ്യങ്ങളെല്ലാം മാറും, എന്നാൽ ഈ ഒരു നിത്യരാജ്യത്വം വരുവാനായിട്ട് പോകും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നാം നോക്കുമ്പോൾ ഈ പുസ്തകം ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ നാം നമ്മുടെ പ്രായോഗിക ജീവിതം ഈ കാലഘട്ടത്തിലേക്ക്
നമുക്ക് നൽകുന്ന മതിയായ സന്ദേശങ്ങളെ കാണുവാനായിട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ഞാനത് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നാം ഈ പുസ്തകത്തിലെ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുവാനും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അത് നമ്മെ സഹായിക്കുന്നതുമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാനെന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. സഹോദരങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുക, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക, ദൈവരാജ്യത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് ഓർക്കുക, ദൈവരാജ്യത്തിലുള്ള പ്രത്യാശ കഴിക്കുക. ഇതാണ് നമുക്ക് ആത്യന്തികമായിട്ടുള്ളത്. നമ്മുടെ ഈ ഭൂമിയിലെ ചെറിയ ജീവിതം കൊണ്ട് ആ നിലയിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാകുകയാണെങ്കിൽ അതിൽ പരം മറ്റൊന്നും ധന്യമായിട്ടില്ല. അപ്പോൾ ധന്യകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നാം അയക്കുന്നെങ്കിൽ ഇവിടെ ഓബദ്യാവ് എന്ന പ്രവാചകൻ യഹോവയായ ദൈവം തനിക്ക് നൽകിയ ആ ദർശനം ഒന്നും മറച്ചു വയ്ക്കാതെ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ യേദോമിനെ അറിയിക്കുകയും അവരുടെ മേൽ വരുന്ന ശിക്ഷയെക്കുറിച്ച് ഓർപ്പിച്ചുണർത്തുകയും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാം വായിച്ച് ധ്യാനിച്ച് ഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. ആ നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതം ഫലപ്രദമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഈ വചന പഠനം ഇടയാക്കട്ടെ. ഈ കാലഘട്ടത്തിലേക്കും മതിയായതായിട്ടുള്ള കാര്യങ്ങളാകുന്നതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടിയും കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് അതിനോട് കൂറ് പുലർത്തുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അല്പം നീണ്ടുപോയി ക്ഷമ ചോദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവനാമം എന്നതിലേക്ക് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.